ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് കോപ്പൺ ഓൾവേസ് പോസിറ്റീവായി. HMPV വൈറസ്, ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്, HMPV, അതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ലോകം മറ്റൊരു പാൻഡമിയിലേക്ക് നീങ്ങുകയാണോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം 2025 സ്റ്റാർട്ട് ചെയ്തത് അത്ര നല്ല ന്യൂസുമായിട്ടല്ല എന്ന് പറയാം. കാരണം ചൈനയിൽ വീണ്ടും HMPV എന്നൊരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട്, അല്ലെങ്കിൽ പുതുവർഷം ആരംഭിച്ചപ്പോൾ തൊട്ട് ലോകം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഒരു വാർത്തയാണെന്ന് പറയാം. HMPV വൈറസിനെ കുറിച്ചുള്ളത് അത്ര നല്ല സ്റ്റാർട്ടിംഗ് അല്ല 2025 സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ചൈനയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല ഫോട്ടോസും കാര്യങ്ങളും പല ന്യൂസുകളുമാണ് ഇങ്ങനെ ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. കാരണം ആശുപത്രികളുടെ ഫോട്ടോകളും മനുഷ്യർ കൂടി നിൽക്കുന്ന ഫോട്ടോകളും ഒക്കെ ഒരുപാട് ഫോട്ടോകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇങ്ങനെ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ എന്ത് നടന്നാലും അത് ലോകം അറിയുകയില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. കാരണം അവരവിടെ മൂടി വയ്ക്കും. വളരെ പ്രൈവറ്റ് ആയിട്ടൊരു കൺട്രിയാണ് ചൈന എന്ന് പറയുന്നത്. അവിടെ എന്ത് നടന്നാലും ലോകം പെട്ടെന്ന് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അത്ര വിനാശകരമാണോ ഈ HMPV വൈറസിൻ്റെ തോത് എന്നത് അത്രയ്ക്ക് വ്യക്തതയില്ല എന്നതും മറ്റൊരു വസ്തുതയാണെന്ന് പറയാം. HMPV ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്, അതായത് കോവിഡിന് ശേഷം 2019 കോവിഡ്-19. അതും ഈ ഒരു സമയത്താണ് വളരെയധികം വ്യാപിച്ചതെന്ന് പറയാം, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ 5 വർഷത്തിന് ശേഷം വീണ്ടും ലോകം നേരിടാൻ പോവുകയാണോ, മറ്റൊരു പാൻഡമിക്കിലേക്കാണോ ലോകം പോകുന്നത് എന്ന് എല്ലാവർക്കും ഒരു ഭയമുണ്ട് എന്നത് എല്ലാവരിലും ഒരു ഭയം ഉളവാക്കിയിരിക്കുകയാണ്. HMPV പ്രധാനമായിട്ടും ഇത് കുട്ടികളിലും മുതിർന്നവരിലുമാണ് വ്യാപിക്കുന്നത്. അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പ്രധാനമായും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും 65 വയസ്സിന് മുകളിലുള്ളവരിലുമാണ് ഇത് പെട്ടെന്ന് വ്യാപിക്കുന്നത്. അതായത് പ്രതിരോധശേഷി കുറഞ്ഞവരിലാണ് ഇത് പെട്ടെന്ന് വ്യാപിക്കുക. അതായത് പനി, ചുമ, ജലദോഷം തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. അതായത് ന്യൂമോണിയ പിടിപെടും. അതോടൊപ്പം ചുമയിലൂടെയും തുമ്മലിലൂടെയാണ് ഇത് പകരുന്നത് എന്നാണ്. അതായത് കോവിഡിൻ്റെ ആ ഒരു സിംറ്റമാണ് ഇതിനും പറയുവാനായിട്ട് സാധിക്കുക. അതായത് ചുമയിൽ തുമ്മലിൽ നിന്നുള്ള വരുന്ന സ്രവങ്ങൾ, അതിലൂടെയാണ് ഇത് പകരുന്നത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിൽ ഇത് പെട്ടെന്ന് പിടിപെടാനായിട്ടുള്ള ചാൻസുകളുണ്ട്. HMPV എന്നത് കുട്ടികളിലാണ് ഇത് അതിവേഗം പടരുന്നതെന്നാണ് ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ നോക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരു കറക്റ്റായിട്ടൊരു ന്യൂസ് നമുക്ക് ചൈനയിൽ നിന്ന് ലഭിക്കുകയില്ല. അത് അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുകയില്ല. കാരണം അവിടെ മൂടി വെച്ചിരിക്കും. എന്ത് നടന്നാലും പുറം ലോകം അറിയുകയില്ല. അത്ര ശുഭകരമായ വാർത്തയല്ല അവിടെ നിന്ന് പുറത്തു വരുന്നത്. പിന്നീട് ചൈനീസ് മന്ത്രാലയങ്ങളൊക്കെ, അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെൻറ്റൊക്കെ പറയുന്നത് ഇതൊരു പേടിക്കേണ്ട കാര്യമില്ല, ഇതൊരു ശൈത്യകാല രോഗമാണ് എന്നാണ് അവർ പറയുന്നത്. തണുപ്പ് കാലത്ത് സാധാരണയായി ഉണ്ടാകുന്നൊരു രോഗമാണെന്ന് പറയുന്നു. എന്നിരുന്നാലും കുട്ടികളിലൊക്കെ ഇത് പെട്ടെന്ന് വ്യാപിക്കുന്നതും വളരെയധികം ആശങ്ക ഉളവാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ചൈനയെ കൂടാതെ ഹോങ്കോങ്ങിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പുതിയ കണക്കുകൾ വരുന്നത്. ഹോങ്കോങ്ങിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും ചൈന പറയുന്നത് യാത്ര ചെയ്യുന്നതിലും ഇതിലുമൊന്നും ഒരു ഭയക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങളൊന്നും ആർക്കും അത്ര വ്യക്തതയില്ല. WHO ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണെന്ന് പറയാം. നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് അത്ര പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് കേന്ദ്ര മന്ത്രാലയം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും മറ്റൊരു പാൻഡമിക്കിലേക്ക് ലോകം പോവുകയാണോ എന്നൊരു ഡൗട്ട് എല്ലാവരിലും ഒരു ഭയം ഉളവാക്കിയിട്ടുണ്ട്. HMPVയെ കുറിച്ച് നോക്കുമ്പോൾ ഇത് ആദ്യമായി കണ്ടെത്തിയത് 2001 നെതർലൻഡിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. AMBPയുടെ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്നൊരു വൈറസാണ് ഇത് HMPV എന്ന് പറയുന്നത്. പിന്നീട് 2016 അമേരിക്കയിൽ കുറച്ച് കുട്ടികളിൽ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് കണ്ടെത്തിയിരുന്നു. പ്രധാനമായും പറവകളിൽ നിന്നുമാണ് ഇത് ഉണ്ടാവുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നിരുന്നാലും ന്യൂ ഇയർ 2025 സ്റ്റാർട്ടിങ് അത്ര നല്ലതായിട്ടല്ല ലോകത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ ന്യൂസ് പുറത്തേക്ക് വരുന്നത്. ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നതെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.